യെസ് റെഡി. ഹായ് ഗൈസ്, ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. ഒരു ബൈക്ക് യാത്രയിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്തിട്ടില്ല, മഴ പെയ്തോണ്ടിരിക്കേ. അയ്യോ കാർമേഘം കണ്ടില്ലേ. കാര്യം പറയട്ടെ, ഞങ്ങളെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച് യാത്രയുടെ ഇടയിൽ പെട്ടെന്ന് നിർത്തി വീഡിയോ ഇപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്തപ്പോഴത്തേ മഴ പെയ്യണം. അപ്പോൾ പോണ്ടാ വീഡിയോ എടുത്തിട്ട് പിന്നെ ഇടാം. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഇടാം. ഓക്കെ ഓക്കെ. പാണി പാളിയത്. ബൈ. കറക്റ്റ് റെഡ് അലേർട്ടുള്ള ദിവസമാണ് ഞങ്ങൾ വണ്ടി എടുക്കാറങ്ങാണെന്ന് വിചാരിച്ചത്. മഴയത്താണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതാണ് മഴയത്തായിട്ട് വരുന്നത്. പ്രശ്നം എല്ലാവർക്കും ഡൗട്ടായി തോന്നുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയല്ല നമ്മൾ പെട്ടോണത്. എല്ലാവർക്കും ഡൗട്ടാണ് എങ്ങോട്ടാണെന്ന്. കാരണം ഇവിടെ ഉണ്ട് വണ്ടി, നടുവുണ്ട് വണ്ടി. ഇപ്പം എങ്ങോട്ടാ പോണത്? പറ്റി വെക്കണം. ക്രോസ് ചെയ്യാണ്. നമ്മൾ വിചാരിച്ചില്ല അവരൊക്കെ റോങ് ആണെന്ന്. അല്ല, പക്ഷെ ഇങ്ങോട്ട് വഴിയില്ല, അതാണ് സത്യം. നമ്മളും റോങ് ആയി. വഴിയിലെത്തിയപ്പോൾ മഗ്രിബ് ബാങ്ക് കേട്ട് ഞങ്ങളത് ഈ പള്ളിയിൽ ഒരു നിസ്കരിച്ചു. അവർക്കൊക്കെ എന്തോ സാധനം കിട്ടി. അതിന് എനിക്കത് വാങ്ങിക്കാണ്ട് വന്നു. നോക്കട്ടെ. അത് എനിക്ക് അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. ചായ വലിയ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ആരാണ് ആ ചായ അലുവയും കിട്ടി അല്ലേ? കിട്ടുമായിരുന്നാ? അലുവ പറഞ്ഞില്ലേ? പുടിങ്ങ വേണോ? പച്ചപ്പഴം കുഴപ്പമില്ല. ചായ കുടിക്കാൻ എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടല്ലോ ചെറുപ്പത്തിലെ മദ്രസയിൽ പഠിക്കുമ്പോഴാണ് മറ്റേ മറവ് ചെയ്തതിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ നോക്കി ഇവിടെ മറവ് ചെയ്ത് വെക്കണ ആൾക്കാരാ. അതല്ല ഉദ്ദേശിച്ചത്, പണ്ടുമായിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോഴാണ് ഇതിന്റെ അടുത്തെത്തിയേക്കണത്. ഇല്ല, പണ്ട് പോയിട്ട് സിയാറത്തേതാണ്. ഇല്ല, പണ്ട് മദ്രസ പഠിക്കുമ്പോ ഫാത്തിഹ തുറന്നു പോയിട്ട്. ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഗേറ്റ് എന്ന് എഴുതി വെച്ചേക്കണം? നമുക്ക് അറിഞ്ഞൂടെ ഇത് ഗേറ്റ് ആണെന്ന്. എഴുതി വെക്കേണ്ട ആവശ്യം ഉണ്ടോ? ഇറ്റല്ലേ. ഇത് വീഡിയോയുടെ ക്ലോഷർ ആയിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. ഒരു ഫ്ലാഷ് ഓഫ് ഇൻസ്പിറേഷനിൽ നമ്മൾ പെട്ടെന്ന് വണ്ടി നിർത്തി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കരുതിയതാണ്. അപ്പോൾ ഇതൊരു അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ വിചാരിച്ചത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇന്ന് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ കാണുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് റിച്ചുവിൻ്റെ വർക്കാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞിട്ടേ ഇറങ്ങണ സമയത്ത് റെഡ് അലേർട്ട് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. നമ്മൾ വണ്ടി ഓടിച്ച് മാടാൻ എന്നെ ഇവിടെ വരെ എത്തിയപ്പോൾ മനസ്സിലായത് റെഡ് അല്ല, മെറൂൺ അലേർട്ടായിരുന്നു.